ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 5 ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാർട്ട് 1ഉം 2ഉം 3ഉം 4ഉം കാണാം, ശേഷം മാത്രം ഇത് കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ യൂണിഫോം ഇനി കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയറ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ പിന്നെ അതവിടെ നിന്നോളും. പിന്നെ നമുക്കത് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ ഒന്ന് മാറിപ്പോകൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾക്കത് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അളവെടുത്ത് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മുടെ എത്രയാണോ അളവ് ആ അളവ് തന്നെ നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതുപോലെ അതേ ലൈനിലൂടെ തന്നെ അങ്ങനെ അടിച്ചു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ അളവെടുത്തു, അതിൽ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ അളവെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 4 ഇഞ്ച് കൂട്ടിയ അതിൻ്റെ നാലിലൊരു ഭാഗം തന്നെയാണ് നമുക്ക് അതിൽ അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗത്തിലൂടെ തന്നെയാണ് അടയാളത്തിലൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ 21 വെച്ചെങ്കിൽ 21 + 4 25, 25ൻ്റെ പകുതി 12.5 വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അളവിൽ നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ ഇട്ടത് ആ ഒരു അളവിൽ തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ കൊടുക്കുക. അതുപോലെ കയ്യിൻ്റെ അളവ് എത്രയാണോ അതൊക്കെ കൊടുത്തിട്ട് അതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ആ ഒരു ലൈനിലൂടെ തന്നെ നമുക്ക് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു കയറിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ ഒരു 2 സ്റ്റിച്ച് അവിടെ നിന്ന് എക്സ്ട്രാ കൊടുത്തോണ്ട്, എന്നാൽ കുട്ടികൾ ഇങ്ങനെ വലിച്ച് എടുക്കുമ്പോൾ അതങ്ങ് പോരാതിരിക്കും. പിന്നെ യൂണിഫോമിൻ്റെ കാര്യമാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി നിങ്ങൾ വരുത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. ആ ലെങ്ത്തിൻ്റെ എത്രയാണോ ബാക്കി വരുന്നത് ആ ഭാഗം നമ്മൾ മടക്കി തയ്ക്കുക. ഇപ്പോൾ 25 ലെങ്ത്ത് എങ്കിൽ ആ 25 ലെങ്ത്ത് എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ അത്രയും മടക്കിയെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ് നമുക്ക് തുമ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ 2.5 ഇഞ്ചും നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. 2.5 ഇഞ്ചൊക്കെ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. 2.5 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ്. അപ്പോൾ LKG UKG പറഞ്ഞ കുട്ടികളാകുമ്പോൾ അവർ അടുത്ത വർഷത്തേക്കും യൂസ് ചെയ്യുന്നതാണ് ഈ യൂണിഫോം. അപ്പോൾ നമുക്ക് അഥവായിട്ട് ഇനി അവർ വലിപ്പം വെക്കുകയാണെങ്കിൽ നമുക്കത് വലുതാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും തുമ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ തന്നെ മടക്കി തയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിന് നമ്മൾ ടാപ്പിൽ അളവെടുത്തിട്ട് തന്നെ ചെയ്തോളൂ. അത്രയും എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രം നമ്മൾ അളവെടുക്കാതെ അങ്ങനെ മടക്കി തയ്ച്ചാൽ മതി. അതല്ലെങ്കിൽ അളവെടുത്തിട്ട് തന്നെ ചെയ്തോളൂ. ഞാനിത് അളവെടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം താന്നും ഒരു ഭാഗം പൊന്തിയും അങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇട വരുത്തരുത്. അപ്പോൾ നിങ്ങളെല്ലാതും അളവെടുത്ത് തന്നെ തയ്ക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ താഴെ ഭാഗം. ഓക്കെ, ഇനി നമുക്ക് ബട്ടൺസാണ് വേണ്ടത്. ബട്ടൺ ഹോളും ബട്ടൺസും. അപ്പോൾ ബട്ടൺസ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാഷൻ മേക്കറാണ് ഉപയോഗിക്കുന്നത്.
ഫാഷൻ മേക്കർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബട്ടൺസ് ഹോളാണ് ഫസ്റ്റ് തയ്ക്കണത്. ഹോള് തയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷനാണ് ഫസ്റ്റ് നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യാം. ദെൻ നമ്മൾ സെക്കൻഡ് വീണ്ടും അത് തിരിച്ചു കൊടുക്കുക. ഞാനിതിൽ സ്ക്രീനിൽ പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. ഇനി രണ്ടാമത്തതിലോട്ട് അങ്ങോട്ട് കൊടുക്കുക. ദെൻ വീണ്ടും മൂന്നാമത്തേലോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് വീണ്ടും നമ്മൾ ചെയ്യാം. ദെൻ വീണ്ടും നാലാമത്തേലോട്ട് നമ്മൾ തിരിക്കുക. അങ്ങനെ ഈ ഒരു 3 ഓപ്ഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ താനെ ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. മറ്റേ യൂണിഫോമിൽ നമ്മൾ ഫസ്റ്റ് ഒന്നാമത്തെ ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് താഴോട്ട് പോവും. പിന്നെ അത് വീണ്ടും വീതിയിൽ ഇങ്ങനെ വരും. ദെൻ വീണ്ടും മുകളിലോട്ട് വരും. നാലാമത്തേലോട്ട് ഇടുമ്പോൾ പിന്നെ വീണ്ടും വണ്ണിട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ചെക്ക് ചെയ്യുക. വണ്ണിലോട്ടിടുക. ദെൻ സ്റ്റിച്ച് ചെയ്യുക. വണ്ണിലോട്ടിട്ടിട്ട് കണ്ടോ, വണ്ണിലോട്ടിടുക. ശരിക്കും പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നന്നായിട്ട് തന്നെ അത് വെക്കുക. കണ്ടോളൂ, ഇപ്പോൾ വണ്ണിലോട്ടിട്ടു. ദെൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സ്റ്റിച്ച് കൊടുക്കുക. ദെൻ നമുക്കിനി രണ്ടാമത്തതിലോട്ടിടാം. ഓക്കെ, രണ്ടാമത്തത് വീണ്ടും സ്റ്റിച്ച് ചെയ്തു. അത് ഹോൾ എത്ര വേണ്ടത് വലിപ്പം അത്രയും മതി കേട്ടോ. അതുള്ളത് കൂടുതലായി പോകരുത്. പിന്നെ നമ്മൾ മൂന്നാമത്തതിലോട്ട് ഇനി നാലാമത്തതിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ കിട്ടി. ഓക്കെ, ഡൺ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ ബട്ടൺ ഹോളിൻ്റെ കാര്യം. ഈസി ആയിട്ട് ചെയ്യാം ഫാഷൻ മേക്കർ ഉണ്ടെങ്കിൽ. ഇതില്ലാത്തവർക്ക് സൂചി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ബട്ടൺസ് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കറക്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഈ പിന്ന് വല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്ന് വെച്ചിട്ട് നന്നായിട്ട് തന്നെ പറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി അവിടെയാണ് നമ്മൾ ബട്ടൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക ഫാഷൻ മേക്കറിൽ. ഓക്കെ, ഫാഷൻ മേക്കർ ഉള്ളവർക്ക് നല്ല സുഖമായിട്ട് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. അതല്ലാത്തവർക്ക് നമുക്ക് സൂചി നൂലേ വഴിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതില്ലാന്ന് വിചാരിച്ചിട്ട്, ഫാഷൻ മേക്കർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ബട്ടൺ വെക്കുന്നതും ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അതുകൊണ്ടും നമുക്ക് ചെയ്യാം. സൂചി കൊണ്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം ഒരു ഹോള് നമുക്ക് കൊടുത്തിട്ട് അത് അതുപോലെ അങ്ങനെ തുന്നി കൊടുത്താൽ മതി. സൂചി നൂലും കൊണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുള്ള ആ തുന്നൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് ഞാനൊരു വീഡിയോയിലൊക്കെ അങ്ങനെ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഒട്ടും സമയമില്ലാത്തതാണ് പ്രശ്നം. അതല്ലെങ്കിൽ ഞാൻ ഒരു യൂണിഫോമിൽ ഇങ്ങനെയും ഒരു യൂണിഫോമിൽ അങ്ങനെയും കാണിക്കണം എന്ന് കരുതിയതാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ യൂണിഫോമിൻ്റെ സീസൺ ആയതുകൊണ്ട് കുറച്ച് അധികം ബിസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഇനി ബട്ടണ് ഇങ്ങനെ വെക്കുന്നേ കണ്ടോ, അത് ചെറിയ സ്റ്റിച്ചിൽ. ഇത് നമുക്ക് ഫാഷൻ മേക്കർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആ കത്രിക വെച്ചിട്ട് ബട്ടൺ ഹോളിൻ്റെ അവിടെ ഒന്ന് ഹോളിട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇനി നമുക്ക് ബട്ടൺ അതിൻ്റെ ഉള്ളിലൂടെ പോവണ്ടേ, നമുക്ക് അടിച്ചു വെച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഒന്നാകെ കീറി പോകുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചെറിയ കത്രികയൊക്കെ വെച്ചിട്ട് ചെയ്യുക നല്ല ഫിനിഷിങ്ങിൽ. ഇനി ഇങ്ങനെ നൂലിങ്ങനെ പോന്നുകൊണ്ടേയിരിക്കും. അതിനൊരു മാർഗ്ഗമാണ് നമ്മൾ ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ചൂടാക്കി കൊടുത്താൽ അത് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇത് ഹീറ്റ് ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നമാണ് ഈ ഒരു നൂലിങ്ങനെ പൊങ്ങിയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഇതാണ് ഇത് കാണിക്കാൻ ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക നല്ല വൃത്തിക്ക് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഉപകരണം വെച്ചിട്ട് അത് നമുക്ക് സ്കാലപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം ഇതിനും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഇതില്ലാത്തവർക്ക് എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ